ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാവർക്കും ആദ്യം തന്നെ റമദാൻ കരീം. നോമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നറിയാം. പിന്നെ കുറച്ച് ദിവസം എല്ലാവരും പ്രാർത്ഥനയിലും ഇതിലും ഒക്കെ വളരെയധികം ഇൻവോൾവ് ആയിരിക്കും അല്ലേ. എന്തായാലും എല്ലാവർക്കും വേണ്ടി നോമ്പെടുക്കുന്നവർ, ബാക്കി പ്രത്യേകിച്ച് ഈ ചാനൽ കാണുന്ന നോമ്പെടുക്കുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി എല്ലാവരെയും ചേർത്ത് പ്രാർത്ഥിക്കാം. എനിക്കറിയാൻ ചെയ്യുമെന്ന്, എന്നാലും പറയണമെന്ന് മാത്രം. എനിക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ഒരു മാസം കൊണ്ട് മാക്സിമം ശരിക്കും എന്താ പറയുക, ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എല്ലാവർക്കും. അത്രമാത്രം. നമുക്ക് ഗൈഡൻസ് റീഡിങ് എടുക്കാം. ഈ ഒരു ആക്ച്വലി ഇന്നിപ്പോൾ റമദാനിനെ ഇതാക്കിയിട്ട് തന്നെ തീമാക്കിയിട്ട് തന്നെ ഞാൻ പറയാം. ഈ ഒരു മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അഡ്വൈസ് ആയിട്ട് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഈ ഒരു മാസം നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവരും നോക്കാം. ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ അനുഗ്രഹങ്ങൾ വരുന്നു, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്ന് നമുക്ക് നോക്കാം. ഗൈഡൻസ് ആയിട്ട് എടുക്കാം. സിക്സ് ഓഫ് കപ്സ് ആണ്, 9 of wands, 10 of cups, 4 of cups, 8 of swords. ഇവിടെ 5 cups ഉണ്ട്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. അതിപ്പോൾ നോമ്പും പെരുന്നാളും ഒക്കെ ആയതുകൊണ്ടും ഞാൻ പറയുന്നു എന്നെടുത്തോളൂ. അല്ലെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ഐ തിങ്ക് ഫാമിലിയുമായിട്ടും നിങ്ങൾ നല്ല രീതിക്ക് പോകാനും കുട്ടികളൊക്കെ കൂടെ എൻജോയ് ചെയ്യാനും, അത് മാത്രമല്ല ലൈക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട്, ചിലപ്പോൾ ഏതെങ്കിലും പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ചില സമയത്ത് ലൈക്ക് ഏതെങ്കിലും മുൻപ് നിങ്ങൾ കുറേ കാലമായിട്ട് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തി കുറച്ചായിട്ട് ഡിസ്റ്റൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയാണ്. റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത്, ജനറലി ആണ് പറയുന്നത്. ഫ്രണ്ട്സ് ആവാം, ബന്ധുക്കളാവാം, കുറേ ആയിട്ട് സംസാരിക്കാത്ത ആരെങ്കിലും, പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സമയത്ത് ഒരു മെർക്കുറി റെട്രോഗ്രേഡ് എന്ന് വിളിക്കും. അതായത് എനിവേ അത് പ്ലാനറ്റ്സിൻ്റെ കാര്യമാണ്, നമ്മുടെ ഗ്രഹങ്ങളുടെ കാര്യമാണ്. സോ അതിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന ആരെങ്കിലും കുറേ ആയിട്ട് ചിലപ്പോൾ കണക്ഷൻ വിട്ടുപോയി, പിണങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് വിട്ടുപോയതായിരിക്കാം, കുറേ ആയിട്ട് ടച്ച് ഇല്ല, അങ്ങനെയാവാം. അങ്ങനെ ആരെങ്കിലുമൊക്കെ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അകൽച്ച ഉണ്ടായിരുന്ന വ്യക്തികൾ തിരിച്ചു വരുന്നു എന്ന രീതിക്കും ആയിരിക്കും കേട്ടോ. അല്ലെങ്കിലും തന്നെ ഇവിടെ നിങ്ങൾ 9 of wands പറയുമ്പോൾ നമ്മളുടെ ഒരു നിങ്ങളൊരു അവനവനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എവിടെയോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ഇതുവരെ ലൈക്ക് മാനസികമായിട്ട് നിങ്ങളൊരു സ്ട്രെസ് ഫീൽ ചെയ്തിരുന്നു, ഒരു ടെൻഷൻ ഫീൽ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവനവനെ സന്തോഷിക്കാൻ വിടാതെ തടഞ്ഞു വെച്ചു എന്ന രീതിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തു. സോറി, എന്താണെന്നറിയില്ല. നിങ്ങൾ മേ ബി സന്തോഷിക്കാൻ നിങ്ങൾക്ക് പേടിയായിരിക്കാം. കാരണം എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോഴേക്കും ചിലപ്പോൾ വീണ്ടും സങ്കടം വരുമോ എന്ന രീതിക്ക് നമ്മുടെ മനസ്സിലൊരു പേടി ഉണ്ടാവാം. സോ ഇവിടെ നിങ്ങൾ അവനവനെ തടഞ്ഞു വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ തടഞ്ഞു വെച്ചായിരിക്കാം, നിങ്ങളുടെ അല്ലെങ്കിൽ സന്തോഷിക്കാൻ പേടിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. അപ്പോൾ ആ ഒരു അതിൽ നിന്ന് മാറ്റം കാണും. നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറി വന്ന് കുറച്ചുകൂടി ഒന്ന് തുറന്ന് ഫാമിലിയോട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സന്തോഷം ഫീൽ ചെയ്യുക. എനിക്ക് ആ രീതിക്ക് കാണുന്നുണ്ട്. ഇവിടെ 10 of cups ആണ്. സോ ഫാമിലിയുമായിട്ടുള്ള സെലിബ്രേഷൻ എന്ന് എനിവേ അത് നമുക്ക് പറയാം. മാത്രമല്ല നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്നാണ്, ഫാമിലിയിൽ സന്തോഷങ്ങൾ വരുന്നു. ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടോ ആയാലും ശരി, നിങ്ങളുടെ മനസ്സിൽ മാനസികമായിട്ട് നിങ്ങൾ ഐ തിങ്ക് കുറച്ചുകൂടി ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. 4 of cups ഉണ്ട്. ഐ തിങ്ക് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് കയ്യിലുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം ഈ ഒരു മനസ്സിലൊരു ബൗണ്ടറി എവിടെയോ നിങ്ങൾ വെക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹിച്ചതല്ല കിട്ടുന്നത്. നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് തോന്നാം, പെട്ട് നിൽക്കുന്ന പോലെ തോന്നാം ചില സിറ്റുവേഷനിൽ. പക്ഷേ എവിടേക്കോ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ് തരുന്നുണ്ട് എന്നും തോന്നുന്നുണ്ട് എനിക്ക്. എന്താണെന്നൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. എന്തുകൊണ്ടാണ് ഈ സന്തോഷങ്ങൾ കാണുമ്പോഴും പിന്നെന്താ ഇവിടെ ഒരു വിഷമങ്ങൾ എന്തുകൊണ്ടാണ്? സന്തോഷങ്ങൾ ഉള്ളപ്പോഴും നിങ്ങൾ അവനവനെ റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഓൾറെഡി 8 of swords ഉണ്ട്. നിങ്ങൾ പെട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റക്കായ പോലെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് വേണ്ടതല്ല കിട്ടുന്നത് എന്ന രീതിക്കും തോന്നലുണ്ട്. പക്ഷെ ഇവിടെ സന്തോഷങ്ങളുണ്ട്. സോ ഓക്കെ, ലെറ്റ്സ് സീ എന്തുകൊണ്ടാണ്, എന്താ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എന്താണ് കാണുന്നത്? സ്ട്രെസ് ഉണ്ട് വല്ലാതെ. എന്തിൻ്റെയാണ് സ്ട്രെസ്? എന്തിൻ്റെയാണ്? അഗൈൻ ഓക്കെ ഓക്കെ King of Cups energy. Ace of Pentacles. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. മനസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. മേ ബി ഈ കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. ആ കാര്യങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ആ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി, ഓക്കെ അതായിരിക്കും. ജസ്റ്റ് വേദനിപ്പിച്ച വ്യക്തികളിൽ നിന്ന് മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും എന്നിട്ട് അവർ നിങ്ങളോട് സോറി പറയണം, മാപ്പ് പറയണം. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ഫീലിങ്സ് ഐ തിങ്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മേ ബി ഇപ്പം നമ്മൾ ഫാമിലിയിൽ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ സിസ്റ്റർ ആണ്, അങ്ങനെ ആരെങ്കിലും ആണ്, ഫ്രണ്ട്സ് ആരെങ്കിലും ആണ്, വളരെ ക്ലോസ് ആയ നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ കാരണം ഇവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഇവിടെ ഉണ്ട് ഓൾറെഡി. ഓക്കെ, സോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഒരുപാട് നിങ്ങളെ ഒരു ചതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് വേറെ പല കാര്യങ്ങളാണ്. ഓക്കെ, ചിലപ്പോൾ കുറച്ച് പേർക്ക് ചതിവ് കിട്ടിയതായിരിക്കാം, പിന്നിൽ നിന്ന് കുത്തി എന്ന രീതിക്ക് പറയാം. കുറച്ച് പേർക്ക് ജസ്റ്റ് നിങ്ങൾ ലൈക്ക് വിചാരിച്ച പോലെ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ പിന്നിൽ എന്തെങ്കിലും ഗോസിപ്പ് പറഞ്ഞു, നിങ്ങളെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞു, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ബട്ട് എവിടെയോ ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലൈക്ക് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് മേ ബി സോറി പറയാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരിക്കാം. അവർ റിയലൈസ് അവർക്ക് ആ ഒരു ലൈക്ക് അവർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി നിങ്ങളെ വന്ന് ഇവിടെ 8 ആണ്, ഇത് 9 ആണ്, ഇത് 10 ആണ്. 9 10 കുറച്ചുണ്ട് ഇവിടെ. സോ എന്തോ ഒരു എൻഡിങ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ അങ്ങനെ പറയാം, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ ഈ ഒരു ഫെബ്രുവരി സമയത്ത്, ഫെബ്രുവരി ലാസ്റ്റിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എൻഡിങ് ഉണ്ടായി കാണാം നിങ്ങളുടെ ജീവിതത്തിൽ. നമുക്ക് ഏതെങ്കിലും ബന്ധങ്ങളാണ് എനിക്ക് കാണുന്നത്. ഫ്രണ്ട്ഷിപ്സ് ആവാം, റിലേഷൻഷിപ്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, അങ്ങനെ ആരും ആവാം കേട്ടോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വളരെ ക്ലോസ് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ആരോ, ഓക്കെ അവരുമായിട്ട് ഐ തിങ്ക് നിങ്ങളൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അവർ ലൈക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് എനിക്ക് കാണുന്നത്. എന്നിട്ട് അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണം, അല്ലെങ്കിൽ അവർ നിങ്ങളോട് സോറി പറയണം. കാരണം ഐ തിങ്ക് നിങ്ങളുടെ സന്തോഷം എനിക്ക് എവിടെയോ പോയിട്ടുണ്ട്. നിങ്ങളുടെ സന്തോഷം പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ സന്തോഷം തിരിച്ചു വരാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കിങ് ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ മേ ബി നിങ്ങൾ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ലൈക്ക് അവർ റെസ്പോൺസിബിലിറ്റി എടുക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അവർ ചെയ്ത തെറ്റിന്, ഓക്കെ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ശരിയാക്കണം കാര്യങ്ങൾ എന്ന രീതിക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം കിങ് ഓഫ് കപ്സ് എനർജിയാണ്. സോ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അച്ഛനാവാം, പാരന്റ് ആവാം, ഓക്കെ ബ്രദർ ആവാം, ആരും ആവാം. ഓക്കെ, മാൻ എനർജി തന്നെ ആവണമെന്നില്ല, ലേഡീസ് ആവാം, എന്തും ആവാം. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ അവരെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് അവർ തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾ, ഓക്കെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, അവർ യെസ് അതായിരിക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തിരിച്ചു വരുന്നു. സോ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആരെങ്കിലും തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇത് റിലേഷൻഷിപ്പ് മാത്രമല്ല, പ്ലീസ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ കുറച്ച് കാലം മുമ്പ് നടന്ന കാര്യങ്ങളാണെങ്കിലും ശരി കേട്ടോ. ഓക്കെ, ഇപ്പം തന്നെ റീസെൻ്റ് ആവണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ വല്ലാതെ സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ എവിടെയോ സന്തോഷങ്ങൾ വരുമ്പോൾ കൂടി ഐ തിങ്ക് നിങ്ങൾക്ക് പേടിയാണ് ആ സന്തോഷം കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുള്ളൂ എന്നുള്ള തോന്നലായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ആ വേദന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്, വിഷമം അനുഭവിച്ചിട്ടുണ്ട്, ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ കൂടി നിങ്ങൾക്ക് പേടി പോലെയാണ്. ഓക്കെ, എന്താണ് ഇവിടെ കാണുന്നത്? ഓക്കെ, യെസ് നൈറ്റ് ഓഫ് കപ്സ് അഗൈൻ, സ്റ്റാർ കാർഡ് ഉണ്ട്, ഉണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ, ഗുഡ് അഗൈൻ വെയിറ്റിംഗ് എനർജി ആൻഡ് സംതിങ്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന യെസ് നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആരോ ഉണ്ട്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചു പോയ ആരോ ഉണ്ട്. ഓക്കെ, നിങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും ലൈക്ക് നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു ആരാണോ നിങ്ങളെ വേദനിപ്പിച്ച് ഏസ് ഓഫ് സോർഡ്സ് ആൻഡ് ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ ഒരു വീണ്ടും ഒരു ക്ലാരിറ്റി വന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് എടുക്കാം. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി അവർ റെസ്പോൺസിബിലിറ്റി എടുക്കും. യെസ് ഞാൻ തെറ്റ് ചെയ്തു എന്ന രീതിക്ക്. ഓക്കെ, കാരണം ഇവിടെ എനിക്ക് പ്രതീക്ഷ കാണുന്നുണ്ട്, സ്റ്റാർ കാർഡ് ഉണ്ട്, സോ ഹോപ്പ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഓക്കെ, മുന്നോട്ട് റിലേഷൻഷിപ്പ് എന്ത് തന്നെ ആയാലും ആരായാലും നിങ്ങളെ വേദനിപ്പിച്ച ആരായാലും ഓക്കെ അവർ തിരിച്ചു വന്ന് നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു അവരെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. അതായത് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവർ മാപ്പ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ തെറ്റ് മനസ്സിലാക്കിയിട്ടോ അവർ തിരിച്ചു വരും. ഓക്കെ, ഇത് പല സിറ്റുവേഷൻസ് ആവാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സോ ഇവിടെ 2 ഓഫ് വോൺസ് അഗെയിൻ ഉണ്ട്. അവരൊരു തീരുമാനം എടുത്ത് വരും. ഓക്കെ, നിങ്ങളും അതിന് വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ അവർ തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ കർമ്മ എന്ന രീതിക്ക് പറയാം, നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയാം. ഓക്കെ, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ട്. ആൻഡ് അത് മാത്രമല്ല
ഇനി സമയം തിരിഞ്ഞു വരും. ഓക്കെ, സമയം തിരിഞ്ഞു വരും, സമയം മാറി വരും. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഓക്കെ, കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും നല്ലത് നിങ്ങൾക്ക് വരും. ഓക്കെ, കാരണം നമ്മളിവിടെ ലാസ്റ്റ് കണ്ടതും ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സോ ഒരു നിങ്ങൾക്ക് ന്യായം കിട്ടും. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ന്യായം വരും. ഓക്കെ, വിധി നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വരും എന്ന് പറയാം, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്ന് പറയാം. സോ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തി, നിങ്ങളെ ചീറ്റ് ചെയ്തായിരിക്കാം, ചതിച്ചായിരിക്കാം, ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവർ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. യെസ്, ന്യായം യൂണിവേഴ്സായിട്ട് ന്യായം ചെയ്യും. ഓക്കെ, എവിടെയോ നിങ്ങൾ ലൈക്ക് നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർ, കാര്യങ്ങൾ മനസ്സിലാക്കിയവർ നിങ്ങളുടെ അടുത്ത് തെറ്റ് തിരുത്താൻ അവർ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. സോറി ഗൈഡൻസ്, ഐ ഡോണ്ട് നോ, ഞാനിത് 2 ദിവസമായിട്ട് ഐ തിങ്ക് അങ്ങനെ ഒരു എനർജി പിക്ക് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് അറ്റ്ലീസ്റ്റ് കിട്ടുമോ നോക്കാം, നല്ലത്. ഓക്കെ, ഷീൽഡ്, മെയ്ഡൻ, മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ്. നമ്മുടെ 3 of Wands ആയിരുന്നു 3 പ്ലാൻസ് ഉണ്ടാക്കുന്നത്. ഗ്രോ വിത്തിൻ യുവർ കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, ഗുഡ്. എയർ ഗാർഡിയൻ, ഷിഫ്റ്റ് യുവർ പെർസെപ്ഷൻ. സ്നേക്ക്, ഷെഡ് ഓൾഡ് സ്കിൻ. പ്രൊട്ടക്ഷൻ, ഡ്രോപ്പ് യുവർ ഷീൽഡ്സ്. ഓക്കെ, ഇവിടെയും ഷീൽഡ്, ഇവിടെയും ഷീൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 9 of Wands ഒരു എനർജിയാണ് ഇത് 2 കാർഡും. ഓക്കെ, പറയാം ഞാൻ. ഷൗലിൻ മാസ്റ്റർ, ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ. ഓക്കെ, ആൻഡ് സമ്മർ, ബാസ്ക് ഇൻ ജോയ് ആൻഡ് ലൈറ്റ്. സമ്മർ ടൈം കാണുന്നുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളോട് പറയുന്നത് മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തൽക്കാലം, ഓക്കെ, നിങ്ങളിപ്പോൾ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ച് പോയി, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക. നമ്മൾ 3 of Wands ഉണ്ടായിരുന്നു, നമുക്ക് പ്ലാനിങ് എന്ന് പറയാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ പേഴ്സണിന്, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി തിരിച്ചു വരാനോ, അല്ലെങ്കിൽ ഒരു ന്യായം കിട്ടാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയാം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, നിങ്ങൾ അവനവൻ്റെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ പ്ലാൻസ് നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ ചെയ്യുക. ഓക്കെ, ഇവിടെ ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്നുണ്ട്. ഒരു തരത്തിൽ മേ ബി നിങ്ങളിപ്പോൾ ബൗണ്ടറി വെക്കുന്നുണ്ടാവും. ഓക്കെ, മേ ബി ഇപ്പം അവർ വേദനിപ്പിച്ച ആൾക്കാർ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും, ദാറ്റ് ഇവർ വീണ്ടും എന്നെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ള പേടി ഉണ്ടാവാം. ഓക്കെ, അപ്പം നിങ്ങളോട് പറയുന്ന ഡ്രോപ്പ് യുവർ ഷീൽഡ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഡിഫെൻസീവ് ആവാൻ നിങ്ങൾ നിൽക്കരുത്. ഓക്കെ, നിങ്ങളും അല്പം ഒന്ന് ആക്ച്വലി വേറെ ഏതോ ഒരു കാർഡ് കൂടി, ഓക്കെ, ഏതോ ഒന്ന് എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, ഫർഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങളും ഒരുപാട് ലൈക്ക് ഡിഫെൻസീവായിട്ട് നിൽക്കണ്ട. ഓക്കെ, ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്, അതായത് നിങ്ങളോട് കാര്യങ്ങളൊന്ന് ബെറ്റർ ആക്കാൻ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഐ തിങ്ക് എവിടെയോ നിങ്ങളെ തന്നെ ഒന്ന് ബൗണ്ടറി വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളും അവരെ ലൈക്ക് മേ ബി ആരെങ്കിലും നിങ്ങളോട് സോറി പറഞ്ഞ് വന്നാൽ തന്നെ അതിപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായിരിക്കില്ല, ബിക്കോസ് അത്രത്തോളം നിങ്ങൾക്ക് വേദനയുണ്ട്, അതുകൊണ്ടാണ്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുറച്ചൊന്ന് മൈൻഡ് ഹാർട്ട് ഓപ്പൺ ചെയ്യാം. എനിക്ക് ഒന്ന് അവരോട് സംസാരിക്കാൻ തയ്യാറാവാം, അവരോട് കോൺവെർസേഷന് തയ്യാറാവാം. എനിക്ക് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരും. ഓക്കെ, ബ്ലെസ്സിങ് ഉള്ള പോലെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ വൈസ് 1, ഗ്രോ വിത്തിൻ യുവർ കറന്റ് സിറ്റുവേഷൻ. എന്താണോ സിറ്റുവേഷൻ നടക്കുന്നത് ആ സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾക്ക് ഇതൊരു ഗ്രോത്ത് കൊണ്ടുവരുന്ന സമയമാണ്. ഓക്കെ, മേ ബി ചില കാര്യങ്ങൾ തിരിച്ചറിയുന്ന സമയമായിരിക്കാം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കണം എന്നുള്ളൊരു ഗൈഡൻസ് ആയിരിക്കാം ഇവിടെ. ഓക്കെ, നമ്മളെപ്പോഴും വേറെ ആളെ, പിന്നെ അതുപോലെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതുകൂടി നിങ്ങൾ അനലൈസ് ചെയ്യണം അല്ലേ. സോ അതും കൂടി നോക്കി നിങ്ങൾ ഒരു കോംപ്രമൈസിലേക്ക് എത്തണമെങ്കിൽ മേ ബി അവിടെ നിങ്ങൾ കൂടി കുറച്ച് ഗ്രോത്ത് വരാനുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഷിഫ്റ്റ് യുവർ പെർസെപ്ഷനും ഉണ്ട്. സോ എന്തോ നിങ്ങൾ ഈ സിറ്റുവേഷനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റാനുണ്ട്. എനിക്ക് കാര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ, ആരുടെ ഭാഗത്താ തെറ്റ്, അല്ലെങ്കിൽ എന്താ തെറ്റ് പറ്റി, എന്തൊക്കെയാണ് സംഭവിച്ചത്, എല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ സ്നേക്ക്, ഷെഡ് ഓൾ സ്കിൻ. ഓക്കെ, നിങ്ങൾ അതുപോലെ പഴയ നിങ്ങളുടെ മനസ്സിൽ നമ്മൾ പിടിച്ചു വെക്കുന്ന ചില ചിന്തകൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ചില നമ്മുടെ ചിന്തകൾ ഉണ്ടാവും, നമ്മുടെ ചില തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവാം. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്, നിങ്ങളുടെ ചില ചേഞ്ചസ് വരുത്താനുണ്ട്, നിങ്ങളുടെ ഓൾഡ് സെൽഫിനെ വിട്ടുകളയുക, അതും പറയാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ എങ്ങനെയായിരുന്നു അതിന് നിങ്ങളും മാറ്റിയെടുക്കാം. എനിക്ക് അതും ഇവിടെ പറയുന്നുണ്ട്. ഗ്രോ വിത്തിൻ യുവർ. സോ നിങ്ങളിപ്പോൾ ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു, എനിക്ക് ആ സ്വഭാവം ചിലപ്പോൾ നിങ്ങളും മാറ്റേണ്ടതുണ്ടാവും. എനിക്ക് എപ്പോഴും നിങ്ങൾ വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമാണോ, എപ്പോഴും നിങ്ങൾ മാപ്പ് കൊടുത്ത് വീണ്ടും വീണ്ടും അക്സെപ്റ്റ് ചെയ്യുന്ന സ്വഭാവമാണോ, സോ അവിടെ നിങ്ങളെയും ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാനുണ്ട് അല്ലേ. അതുപോലെ അല്ല, നിങ്ങൾ വളരെ എപ്പോഴും സോ ഓക്കെ, എന്തായാലും ഒന്ന് അനലൈസ് ചെയ്യുക, അവനവനെ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ എന്തൊക്കെയാണ് മാറ്റം വരുത്തില്ല അതും മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ ബി ഗ്രേസ്ഫുൾ ഇൻ മൂവ്മെന്റ് ആൻഡ് ആക്ഷൻ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം, ഓക്കെ, നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ നിങ്ങളായി പോകണ്ട. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻസ് ഓക്കെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു നമ്മൾ പറയില്ലേ, ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തർക്കത്തിന് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ അവരോട് തിരിച്ച് അതേ രീതിയിൽ സംസാരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ശാന്തത വെച്ച് മിണ്ടാതിരിക്കുക, മാറി നിൽക്കുക.
ഓക്കെ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അവരെ തിരിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾ അത് ദൈവം കാണുന്നുണ്ട്, യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് കർമ്മ തീർച്ചയായിട്ടും വരും. ഓക്കെ, നിങ്ങൾക്ക് ന്യായം തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പോകരുത്. ഓക്കെ, നിങ്ങൾ അവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ വേദനിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളൊരു ഗ്രേസ് നിങ്ങളുടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതെപ്പോഴും നിങ്ങൾ വിട്ട് കളയാതിരിക്കുക. ഓക്കെ, സമ്മർ ബാസ്ക് ഇൻ ജോയ് ആൻഡ് ലൈറ്റ്. ആക്ച്വലി നിങ്ങൾക്ക് സന്തോഷം വരും, പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, സമ്മർ എന്ന് പറഞ്ഞപ്പോൾ മാർച്ചിലേക്ക് നമുക്ക് എടുക്കാം അല്ലേ. സോ ഐ മീൻ ഈ മാർച്ച് ഒടുവ് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സമ്മർ പറയാം, ഓൾറെഡി തുടങ്ങുന്നു എന്ന് പറയാം. സോ എവിടെയോ നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെയും കിങ് ഓഫ് കപ്സും ഏസ് ഓഫ് പെന്റിക്കിൾസും എല്ലാം ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വരുന്നുണ്ട്, സന്തോഷങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് ഈ ഒരു പ്രോസസ്സ് ഇപ്പം നടക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത് ആ സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾക്കൊരു ഗ്രോത്ത് കൊണ്ടുവരികയാണ്. നിങ്ങൾ മാറി തുടങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിൽ ഒരു മാറ്റം വരുത്താനുള്ളതാണ്. ഈ ചില കാര്യങ്ങൾ നമുക്ക് നടക്കണം ലൈഫിൽ, അങ്ങനെയാണ്. ഓക്കെ, സോ അത് നിങ്ങളിൽ ചില ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും സന്തോഷം വരും. പക്ഷേ അതിന് മുമ്പ് ഐ തിങ്ക് നിങ്ങൾ സ്ലോ ആയിരിക്കും പ്രോഗ്രസ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രതീക്ഷ പോലെ ഇന്ന് തന്നെ എല്ലാം ശരിയാവും, നാളേക്ക് തന്നെ എല്ലാം ശരിയാവുന്നില്ല. ഓക്കെ, കുറച്ച് സമയം കൊടുക്കുക. ഓക്കെ, മെല്ലെ കാര്യങ്ങൾ ശരിയാവട്ടെ. ഓക്കെ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യാനുള്ള ചിലതുണ്ട്, അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് എന്തോന്ന് അങ്ങനെ ഒരു റീഡിംഗ് ആണ് കിട്ടിയത്. ഇന്നലത്തെ റീഡിങ്ങുമായിട്ട് മാച്ച് ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക്. ഞാൻ രാത്രി ഇട്ട മെസ്സേജ് അതുമായിട്ടൊരു കണക്ഷൻ ഉള്ള പോലെ തോന്നി. സോ മേ ബി കണ്ടിന്യൂഷൻ ആയിരിക്കാം. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ആൻഡ് റമദാൻ കരീം എല്ലാവർക്കും. ഓക്കെ, റമദാൻ മുബാറക്. ഐ ഹോപ്പ് മുബാറക് എന്ന് ഇപ്പോൾ പറയില്ല ഒന്നും അല്ലേ, ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.